നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 1:40 PM ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് വരുന്നു. മാളവീയ യോഗം 5 രാശിക്കാർക്ക് പ്രധാനമായിട്ടും നേട്ടങ്ങളുടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നു. 5 രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ശരിക്കും ഒരു രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ 9 രാശിക്കാർക്ക് നേട്ടമാണ് ഡയറക്റ്റായിട്ട്. അതിൽ തന്നെ 5 രാശിക്കാരെ മാത്രമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഏറ്റവും കൂടുതൽ നേട്ടം നേടുന്ന രാശിക്കാർ. അപ്പോൾ അത് 5ാം ഭാവത്തിൽ നിൽക്കുന്ന, 2ാം ഭാവത്തിൽ, 1ാം ഭാവത്തിൽ, 12ാം ഭാവത്തിൽ, 8ാം ഭാവത്തിൽ, ഈ 5 ഭാവങ്ങളിൽ 5 രാശിക്കാർക്ക്, ഓരോ രാശിക്കാർക്ക് വീതം വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, വിസ്മയങ്ങൾ മാത്രം സൃഷ്ടിച്ച ഈശ്വരനാണ് നമുക്കുള്ളത്. ഈശ്വരൻ സൃഷ്ടിച്ചത് എന്തും വിസ്മയങ്ങൾ മാത്രമാണ്. പാവം പിടിച്ച എൻ്റെ കാര്യം തന്നെ നോക്കുക. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആന്തരിക അവയവങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കൂ. എത്രയോ സൂക്ഷ്മമായിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത്. ഒരു എറുമ്പിനെ പിടിച്ച് നമ്മൾ കയ്യിൽ വെക്കുക, അതിൻ്റെ ചലനങ്ങൾ നോക്കുക. എത്രയോ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളാണ്, എത്രയോ വിസ്മയകരമായ രീതിയിലാണ് ആ ഉറുമ്പ് പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഈശ്വരൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ, ഭൂമിയിൽ മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ വിസ്മയങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാം ഈശ്വരൻ്റെ വിസ്മയ സൃഷ്ടികൾ മാത്രം. ആ ഈശ്വരൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ഈശ്വരൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വിസ്മയങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: കൃത്യനിഷ്ഠയോടെ ജീവിതം കൊണ്ടുപോവുക, പട്ടാളച്ചിട്ടയോടെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോക്കൊന്നും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, മന്ത്രജപങ്ങൾ നിങ്ങൾ നിരന്തരം ചൊല്ലുക. ഈശ്വരനെ ഇടം വലം വിടാതെ നിങ്ങൾ മന്ത്രജപങ്ങൾ കൊണ്ട്, നാമജപങ്ങൾ കൊണ്ട് പൂമൂടലുകൾ നടത്തുക. ഈശ്വരന് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു നിമിഷം പോലും ഈശ്വരന് കൊടുക്കരുത്. കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യസമയത്തിന് ഉണരുക, ബ്രഹ്മമുഹൂർത്തത്തിൽ കൃത്യനിഷ്ഠയോടെ മന്ത്രജപങ്ങൾ ആരംഭിക്കുക. കൃത്യമായ ടൈമിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. കർമ്മങ്ങളെല്ലാം തന്നെ, എന്ത് നിസ്സാരമായ ഒരു ചായ കുടിക്കുന്നത് പോലും കൃത്യസമയത്തിനാക്കി നോക്കും. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം തന്നെ വിസ്മയകരമായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഗുണകരമായി. ഭൂമിയും സൂര്യനും മാത്രമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഗാലക്സിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സൗരയുദ്ധം പോലും ചെറുതാണ്. എത്ര ഗാലക്സി ഉണ്ട്? 2 ലക്ഷം കോടിയിലധികമുണ്ട് ഗാലക്സികൾ. ഇതെല്ലാം സൃഷ്ടിച്ച, വിസ്മയഭരിതമായ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരൻ, ആ ഈശ്വരൻ്റെ മൂല്യം എത്രയാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. 1 ലക്ഷം കോടിയാണ്
ഈശ്വരൻ്റെ മൂല്യം ഒന്ന് സങ്കല്പിക്കുക. നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നറിയില്ല. ശാസ്ത്രമൊക്കെ ഓരോ കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ കെട്ടുകഥകളായി അധപ്പതിച്ചു പോയിട്ടേ ഉള്ളൂ. അതിരുകൾ ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മൂല്യം എത്രയാണ് നമുക്കറിയില്ല. നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന്. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അതൊന്നും തന്നെ. ശാസ്ത്രത്തിന് ഒരു കാലത്തും അത് കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഇതിൻ്റെ അതിരുകൾ എവിടാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വിസ്മയങ്ങൾ മാത്രം സൃഷ്ടിച്ച ഈശ്വരൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഏതു പ്രതിബന്ധവും നമ്മുടെ മുമ്പിൽ നിന്ന് വഴിമാറും. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറിൽ 16 മണിക്കൂറും മനസ്സിലെങ്കിലും മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് വെളിച്ചം ചാനൽ പറയുന്ന പോലെ ഇടിവെട്ട് സൗഭാഗ്യം വരും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പക്ഷേ മടിയന്മാരെ ഒന്നും ഈശ്വരൻ സഹായിക്കില്ല. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ 2 മാളവ്യ യോഗം നിലവിൽ വരികയാണ്. ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ വരുന്നു. അപ്പോൾ ശുക്രൻ്റെ പരമാവധി അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും കിട്ടുകയാണ്. 12 രാശിക്കാർക്കും കിട്ടും. അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏറ്റവും കൂടുതൽ നേട്ടം വരുന്ന 5 രാശിക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ധനവരവുണ്ടാവും, അമ്പരപ്പിക്കുന്ന ധനവരവുണ്ടാവും. കലാസാഹിത്യ മേഖലയിൽ അസാമാന്യമായ നേട്ടങ്ങളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, വസ്ത്രം, ആഭരണം, എന്തിന് നല്ല രുചികരമായ ഭക്ഷണം പോലും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല വിശപ്പുള്ളപ്പോഴാണ് ഏത് ആഹാരത്തിനും രുചിയുണ്ടാകുക. അതായത് നമുക്ക് വയറ് നിറഞ്ഞ് ഇരിക്കുന്ന സമയത്ത്, ഒട്ടും വിശപ്പില്ലാത്ത സമയത്തിന് നമുക്ക് ജിലേബി കിട്ടിയാൽ അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി കിട്ടിയാൽ ആസ്വദിച്ച് കഴിക്കാൻ ഒക്കില്ല. അതേസമയം നല്ല വിശപ്പും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരവും കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക നിമിഷത്തിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ പരമാവധി രുചിയോടെ അത് ആസ്വദിക്കും, ആ ഭക്ഷണം ആസ്വദിക്കും. ഏതാണ്ട് അതുപോലെ ശുക്രൻ്റെ അനുഗ്രഹങ്ങളൊന്നാണ് ഈ ഭൗതിക സുഖങ്ങളിൽപ്പെടുന്ന ആഹാര സൗഖ്യവും ശയനസുഖം. അപ്പോൾ അതെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള പൂർണ്ണതയോടുകൂടി ഈ 5 രാശിക്കാർക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 5 രാശിക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. 5ാം സ്ഥാനം നൽകുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. അവസാനം ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശിക്കാരുടെ കാര്യം പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 11ാം ഭാവത്തിലും 9ാം ഭാവത്തിലുമൊക്കെ ശുക്രൻ നിൽക്കുന്നുണ്ട്. ആ രാശിക്കാർക്ക് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ 5 എന്നുള്ള കണക്കിൽ നിന്ന് മാറ്റി നിർത്തിയൊക്കെയാണ്. അപ്പോൾ 5ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ 8ാം ഭാവത്തിലാണെന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകമായി
ലഭിക്കുന്ന അനുഗ്രഹം, ആരോഗ്യവർദ്ധനവ്, ആയുർവർദ്ധനവ്, രോഗങ്ങളിൽ നിന്നും വിമുക്തി, ഇതൊക്കെയാണ് ശുക്രൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കൂടാതെ ഇവർക്ക് സ്പെഷ്യലായിട്ട് മീനം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4ാം സ്ഥാനം നൽകുന്നത് വൃശ്ചികം രാശിക്കാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. ഇവർക്ക് ശുക്രൻ്റെ പ്രധാന നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് 12ാം ഭാവത്തിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള സ്പെഷ്യലായിട്ടുള്ള നേട്ടം ഇതാണ്: ശരിയായ രീതിയിലുള്ള ധനവിനിയോഗം അതുണ്ടാവും. നഷ്ടസ്ഥാനത്താണ്, വ്യയസ്ഥാനത്താണ് ശുക്രൻ വൃശ്ചികം രാശിക്ക് വരുന്നത്. പക്ഷേ അത് നഷ്ടപ്പെടുകയല്ല, മറിച്ച് വളരെയധികം വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ ഉള്ള നേട്ടങ്ങൾ വഴി കിട്ടിയ ധനവിനിയോഗം ശരിയായ രീതിയിൽ നടത്താൻ പറ്റുക. അതായത് ഭാവിയിൽ ഗുണകരമാവുന്ന രീതിയിലുള്ള പണം ചിലവാക്കൽ, ധൂർത്തടിക്കലല്ല, മറിച്ച് നേട്ടങ്ങൾ, ഭാവിയിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് മക്കളുടെ വിവാഹം, മക്കളുടെ വിദ്യാഭ്യാസം, വീട് കെട്ടുക, അങ്ങനെയൊക്കെയുള്ള ഭാവിയിൽ ഗുണകരമാവുന്ന രീതിയിൽ ഇവർക്ക് ധനം വിനിയോഗിക്കാൻ പറ്റും. അതാണ് പ്രധാനപ്പെട്ട ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമേ ഇവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് 3ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം നോക്കാം. അത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് 5ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് പുറമെ ഇവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, സ്പെഷ്യലായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്, മിഥുനം രാശിക്ക് കിട്ടാൻ പോകുന്നത് പൂർവികരുടെ അനുഗ്രഹം. പൂർവികർ മരിച്ചവർ മാത്രമല്ല, നമ്മുടെ പിതാവ്, പിതൃതുല്യരായവർ, ഗുരുതുല്യരായവർ, മാതൃതുല്യരായവർ, ഇവരുടെയൊക്കെ അനുഗ്രഹം ഇവർക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ സന്താന ഭാഗ്യം, സന്താനങ്ങൾ വഴി നേട്ടം, പിന്നെ മനസ്സിന് ഒരു പ്രത്യേക ഉണർവ്, പുതിയ ഒരു ഊർജം കൈവരിക, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് മിഥുനം രാശിക്ക് 5ാം ഭാവത്തിൽ ശുക്രൻ തുലാം രാശിയിൽ മാളവീയ യോഗത്തോടുകൂടി വരുമ്പോൾ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് പുറമേ മിഥുനം രാശിക്ക് കിട്ടുക. അപ്പോൾ 2ാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം പിന്നെ ഇനി പറയാം. അത് കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് 2ാം ഭാവത്തിലാണ്, ധനസ്ഥാനത്താണ് ശുക്രൻ വരുന്നത്. അതായത് അത്ഭുതകരമായ, വിസ്മയകരമായ, അപ്രതീക്ഷിതമായ, അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ധനവരവ് ഇവർക്ക് പ്രത്യേകിച്ചുണ്ടാവും. ഈ സാധാരണ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ ഇവർക്ക് അത്ഭുതകരമായ രീതിയിൽ ധനവരവ് അപ്രതീക്ഷിതമായ സ്രോതസ്സിൽ നിന്ന് ഇവർക്ക് ലഭിക്കും. അതാണ് കന്നി ഫലം. ഓക്കെ, അപ്പോൾ ഇനി 1ാം സ്ഥാനം കിട്ടുന്ന രാശി ഏതാണ്? അത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം. ഇവർക്ക് ലഗ്നത്തിൽ, ജന്മത്തിൽ തന്നെയാണ്, 1ാം ഭാവത്തിൽ തന്നെയാണ് തുലാം രാശിക്ക് ശുക്രൻ വരുന്നത്. സ്വക്ഷേത്ര ബലവാനായിട്ട് തുലാം രാശിയിൽ തന്നെ ശുക്രൻ നിൽക്കുമ്പോൾ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മനസ്സുഖം, ശരീരസുഖം, ശയനസുഖം, അതുപോലെ തന്നെ ആഹാരസൗഖ്യം,
ഇഷ്ടഭക്ഷണ സമൃദ്ധി, പിന്നെ ശുക്രൻ്റെ മറ്റെല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വരും. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. അപ്പോൾ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാനത് മറുപടി പറയാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.